ആദ്യ രാത്രി വിറച്ച് വിറച്ചാണ് അശ്വതി സതീഷിന്റെ മുറിയിലേക്ക് കയറി ചെന്നത്. അവളുടെ വരവും കാത്ത് അവിടെ അക്ഷമയോടെ കാത്തിരിക്കുകയായിരുന്നു സതീഷ്. അവനത് ലോട്ടറി അടിച്ച പോലെയുള്ള ഒരു ബന്ധമായിരുന്നു. ജാതകദോഷത്തിന്റെ പേരിൽ വയസ്സ് 26 കഴിഞ്ഞിട്ടും കല്യാണം നടക്കാതെ വീട്ടിൽ തന്നെ നിൽക്കുകയായിരുന്നു അശ്വതി. അവൾ കെട്ടാതെ നിൽക്കുന്നത് കാരണം അവൾക്ക് താഴെയുള്ള അനിയത്തിമാർക്ക് കല്യാണപ്രായം എത്തിയിട്ട് കല്യാണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അവർക്ക് നല്ല നല്ല ആലോചനകൾ വരുന്നുണ്ടായിരുന്നു. പക്ഷെ അശ്വതി കല്യാണം കഴിക്കാതെ നിൽക്കുന്നത് കൊണ്ട് അതെല്ലാം മുടങ്ങുകയായിരുന്നു പതിവ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബ്രോക്കർ വഴി സതീഷിൻ്റെ ഒരു ആലോചന അശ്വതിക്ക് വരുന്നത്. അവനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവളുടെ വീട്ടുകാർക്ക് അറിയാൻ കഴിഞ്ഞത് അത്ര നല്ല കാര്യങ്ങളായിരുന്നില്ല. അച്ഛൻ്റെയും അമ്മയുടെയും ഒറ്റ മകനാണ് സതീഷ്. സാമ്പത്തികമായി നല്ല സ്ഥിതിയിലായതിനാൽ സതീഷ് ജോലിക്കൊന്നും പോകാതെ അച്ഛൻ്റെയും അമ്മയുടെയും ചിലവിൽ കഴിഞ്ഞുകൂടുകയായിരുന്നു പതിവ്. മകൻ ജോലിക്ക് പോകാതെ തങ്ങളുടെ സമ്പത്തിൽ ഉണ്ടുറങ്ങി ജീവിക്കുന്നത് അവൻ്റെ അച്ഛനും അമ്മയും എന്നും ഒരു വേദന തന്നെയായിരുന്നു. ജോലിക്കൊന്നും പോകാതെ മടിയനായ ചെറുപ്പക്കാരനായതിനാൽ സതീഷിന് ആരും പെണ്ണു കൊടുത്തിരുന്നില്ല. അവന് വയസ്സ് 35 ജാതകം ചേർന്നതിനാൽ ചെറുക്കന് ജോലിയില്ലെങ്കിലും ചെക്കൻ്റെ അച്ഛനും അമ്മയ്ക്കും ജോലിയും വരുമാനവും ഉണ്ടല്ലോ എന്ന് കരുതി അശ്വതിയുടെ വീട്ടുകാരെ ഭാരം ഒഴിവാക്കാൻ വേണ്ടി അവളെ അവന് കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. കറുത്ത് കരിവീട്ടി പോലെ ഇരിക്കുന്ന സതീഷിന് വെളുത്ത് തുടുത്ത അശ്വതിയെ കിട്ടിയത് ലോട്ടറി അടിച്ചതുപോലെയായിരുന്നു. സതീഷ് ജോലിക്ക് പോകാത്തത് കൊണ്ട് തന്നെ അശ്വതിക്ക് അവനുമായുള്ള കല്യാണത്തിന് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അച്ഛൻ്റെയും അമ്മയുടെയും നിർബന്ധത്തിന് വഴങ്ങി അവൾക്ക് ആ കല്യാണത്തിന് സമ്മതിക്കേണ്ടി വന്നതാണ്. ആദ്യ രാത്രി പാൽ ഗ്ലാസ് എടുത്ത് അശ്വതിയുടെ കൈകൾ കൊടുക്കുമ്പോൾ അമ്മായിയമ്മ കൊടുത്ത ഉപദേശം എങ്ങനെയെങ്കിലും സതീഷിനെ മാറ്റിയെടുക്കണമെന്നതായിരുന്നു. അമ്മയുടെ ഉപദേശം കേട്ട് പേടിച്ചു വിറച്ചാണ് അവൾ മുറിയിലെത്തിയത്. താൻ പറഞ്ഞാൽ സതീഷ് കേൾക്കുമോ എന്നൊക്കെയാണ് അശ്വതി ചിന്തിച്ചത്. ഇതെന്താ അച്ചു ഇത്ര വൈകിയത്? ഞാൻ എത്ര നേരമായി നിന്നെ കാത്തിവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്? അവളെ കണ്ടതും സതീഷ് എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് വന്നു. അശ്വതി ഭയത്തോടെ പിന്നിലേക്ക് ചുവട് വെച്ചു. സതീഷ് അവളെ ഒന്ന് നോക്കിയിട്ട് ഓടിപ്പോയി വാതിലടച്ചു. ശേഷം അവൻ അവളുടെ അടുത്തേക്ക് വന്നു. സതീഷ് തൊട്ടു മുന്നിൽ വന്നതും അശ്വതി തൻ്റെ കയ്യിലിരുന്ന പാൽ ഗ്ലാസ് അവന് നേർക്ക് നീട്ടി. സതീഷ് ഗ്ലാസ് വാങ്ങി ഒറ്റ വലിക്ക് പാല് മുഴുവനും കുടിച്ചു തീർത്തു. അവൻ്റെ പ്രവൃത്തികൾ പേടിയോടെയാണ് അശ്വതി കണ്ടുനിന്നത്. അച്ചുവിന് എന്നെ പേടിയാണോ? അവളുടെ നിൽപ്പും ഭാവവും കണ്ട് സതീഷ് ചോദിച്ചു. അവൻ്റെ ചോദ്യത്തിന് മറുപടിയായി അശ്വതി ഒന്ന് മൂളി. നീ എന്തിനാ എന്നെ പേടിക്കുന്നത്? ഞാൻ നിന്റെ ഭർത്താവല്ലേ? അധികാരത്തോടെ പറഞ്ഞുകൊണ്ട് സതീഷ് അശ്വതിയെ ഇറുക്കി കെട്ടിപ്പിടിച്ചു. അവളെ കണ്ടപ്പോൾ മുതലുള്ള അവൻ്റെ ആഗ്രഹമാണ് അവളെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുക എന്നത്. അശ്വതിയുടെ സമ്മതം പോലും ചോദിക്കാതെ സതീഷ് അവളെ ഇറുക്കി കെട്ടിപ്പിടിച്ച് അവളുടെ മുഖത്തും കഴുത്തിലും തുരുതുരെ ഉമ്മ വയ്ക്കാൻ തുടങ്ങി. അനുവാദമില്ലാതെ അവൻ്റെ കൈകൾ അശ്വതിയുടെ ശരീരത്തിലൂടെ ഇഴഞ്ഞു നടന്നു. അവളുടെ ശരീരത്തിൻ്റെ മൃദുലതകളിൽ അവൻ കൈകൾ അമർത്തി. ആദ്യമായി ഒരു പെണ്ണിനെ അടുത്ത് കിട്ടിയപ്പോൾ എന്ത് ചെയ്യണമെന്നോ എവിടെ നിന്ന് തുടങ്ങണമെന്നോ സതീഷിന് അറിയില്ലായിരുന്നു. കേട്ടറിവ് വെച്ച് എന്തൊക്കെയോ അവൻ അവളെ ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. അവൻ്റെ ആവേശവും ആക്രാന്തവും അശ്വതിയെ ഭയപ്പെടുത്തി. എന്നെ ഒന്നും ചെയ്യരുത്, എനിക്ക് നിങ്ങളെ പേടിയാ. സർവ്വശക്തിയും സംഭരിച്ച് അവൾ അവനെ തള്ളിമാറ്റി. അച്ചു, ഞാൻ നിന്റെ ഭർത്താവാണ്. നിന്നിൽ എനിക്കിപ്പോൾ പൂർണ്ണ അവകാശമുണ്ട്. പിന്നെന്തിനാണ് നീ എന്നെ ഇങ്ങനെ തള്ളി മാറ്റുന്നത്? എന്തിനാണ് എന്നെ ഇങ്ങനെ ഭയക്കുന്നത്? ഞാൻ നിന്റെ ഭർത്താവാണെന്ന് മറന്നു പോകരുത്. ഈ ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ എത്ര നാളായി കാത്തിരിക്കുന്നെന്ന് നിനക്കറിയാമോ? അവളുടെ മുഖത്തെ പേടി കണ്ട് സതീഷിന് അരിശം വന്നു. ഭർത്താവാണെന്ന് കരുതി എൻ്റെ അനുവാദം ഇല്ലാതെ എന്നെ തൊടാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങളെ കല്യാണം കഴിക്കാൻ എനിക്കൊരു ഇഷ്ടം ഉണ്ടായിരുന്നില്ല. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് എനിക്ക് ഈ വിവാഹത്തിന് സമ്മതിക്കേണ്ടി വന്നത്. അശ്വതി വിഷമത്തോടെ പറഞ്ഞു. ഞാൻ കറുത്തു പോയതുകൊണ്ടായിരിക്കും അല്ലേ നിനക്കെന്നെ ഇഷ്ടമല്ലാത്തത്? അതായിരിക്കും ഞാൻ തൊടുന്നത് നിനക്കിഷ്ടമാകാത്തത്. ആത്മനിന്ദയോടെ സതീഷ് പറഞ്ഞു. അതുകൊണ്ടൊന്നുമല്ല. നിങ്ങൾ ഒരു ജോലിക്കും പോകാതെ അച്ഛൻ്റെയും അമ്മയുടെയും സമ്പത്ത് തോന്നിയതുപോലെ ചിലവാക്കി ജീവിക്കുന്നത് കൊണ്ടാണ് എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ലാത്തത്. സ്വന്തമായി അധ്വാനിച്ച് എന്നെ പോറ്റാൻ കഴിയുമെങ്കിൽ മാത്രമേ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എന്നെ സമർപ്പിക്കൂ. അധ്വാനിച്ചുണ്ടാക്കുന്ന കാശുകൊണ്ട് ജീവിക്കുന്നതിൻ്റെ അന്തസ്സും അച്ഛൻ്റെയും അമ്മയുടെയും ചിലവിൽ ജീവിക്കുന്നതും രണ്ടും രണ്ടാണ്. നിങ്ങൾ മര്യാദയ്ക്ക് ജോലിക്ക് പോയി കുടുംബം നോക്കുകയാണെങ്കിൽ മാത്രം നമ്മൾ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുകയുള്ളൂ. അശ്വതിയുടെ സ്വരത്തിന് വല്ലാത്തൊരു മൂർച്ചയുണ്ടായിരുന്നു. അവളുടെ വാക്കുകൾ കേട്ട് അന്തം വിട്ട് നിൽക്കുകയായിരുന്നു സതീഷ്. ജോലിക്ക് പോകുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും അവന് കഴിയുന്നതായിരുന്നില്ല. 35 വയസ്സ് വരെ അവൻ ഇതുവരെയും ജോലിക്ക് പോയിട്ടില്ല. പക്ഷെ അശ്വതിയെപ്പോലെ ഒരു പെണ്ണിനെ നഷ്ടപ്പെടരുതെന്ന് അവൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു.
കുറച്ച് ദിവസമൊക്കെ അവളുടെ തീരുമാനം മാറുമോ എന്നറിയാൻ അവൻ കാത്തിരുന്നു. പക്ഷേ ബെഡ്റൂമിൽ അശ്വതി അവനെ അവഗണിക്കുക തന്നെ ചെയ്തു. ഒടുവിൽ വേറെ വഴിയില്ലാതെ സതീഷ് ജോലിക്ക് പോകാൻ തുടങ്ങി. അശ്വതിയെ സ്വന്തമാക്കാൻ വേണ്ടിയാണ് ആദ്യം ജോലിക്ക് പോയി തുടങ്ങിയതെങ്കിലും സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കാൻ തുടങ്ങിയതിൻ്റെ സുഖം മെല്ലെ മെല്ലെ അവൻ അറിയാൻ തുടങ്ങി. സാധാരണ എല്ലാ ആവശ്യങ്ങൾക്കും അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിൽ നാണം കെട്ട് കൈനീട്ടേണ്ട അവസ്ഥ പിന്നീട് ഉണ്ടാകാതിരുന്നപ്പോൾ ആദ്യമേ തന്നെ താൻ മടി മാറ്റിവെച്ച് ജോലിക്ക് പോകേണ്ടതായിരുന്നുവെന്ന് സതീഷ് ചിന്തിച്ചു. ഇതുപോലെ കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് ഒരു ഭാഗം മാറ്റിവെക്കാനും അവൻ മറന്നില്ല. സതീഷിലുണ്ടായ മാറ്റം കണ്ട അശ്വതിയും അവൻ്റെ വീട്ടുകാരും ഒത്തിരി സന്തോഷിച്ചു. അവനിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടായി തുടങ്ങിയതും അശ്വതി താൻ പോലും അറിയാതെ സതീഷിനെ സ്നേഹിച്ചു തുടങ്ങി. ഒരു രാത്രി എല്ലാ രീതിയിലും അവർ ഭാര്യ ഭർത്താക്കന്മാരായി മാറി. അശ്വതി തൻ്റെ സ്വന്തമായിട്ടും സതീഷ് തൻ്റെ ജോലി വിട്ടില്ല. പഴയതിനേക്കാൾ ഉത്സാഹത്തോടെ അവൻ ജോലിക്ക് പോയി. കാശിനായി ആരെയും ആശ്രയിക്കാതെ അവർ സന്തോഷത്തോടെ പിന്നീട് ജീവിക്കുകയും ചെയ്തു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.